മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ ഇന്ന് പാർട്ടി വിട്ടേക്കും. ഇന്ന് രാവിലെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും. അവസാനവട്ട അനുനയത്തിന്റെ ഭാഗമായി ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉൾപ്പെടെ നേതാക്കൾ ഇന്നലെ രാത്രി വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നെങ്കിലും സുധാകരൻ വഴങ്ങിയില്ല. പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ ഒന്നും പറയില്ലെന്ന് സുധാകരൻ നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. ഇന്നലെ വാർത്താ സമ്മേളനം ഇന്ന് വിളിക്കുമെന്ന് സുധാകരൻ വ്യക്തമാക്കിയതിന് പിന്നാലെ ഒരു ധൃതി പിടിച്ചുള്ള നീക്കങ്ങൾ, അനുനയ നീക്കങ്ങൾ രാത്രി നമ്മൾ കണ്ടു. പക്ഷേ അതൊരു ഫലം കണ്ടിട്ടില്ല. എന്തായാലും ഇന്ന് വാർത്താ സമ്മേളനം നടത്തും. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ, നിർണായകമായിട്ടുള്ള നീക്കങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യും. പക്ഷേ അപ്പോഴും പാർട്ടിക്കെതിരെയോ നേതാക്കൾക്കെതിരെയോ പറയില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ടല്ലോ അതിൽ. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ വൈകിയും രാത്രിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടറി നാസറിന്റെ നേതൃത്വത്തിൽ പുന്നപ്രയിലെ വീട്ടിലെത്തി ജി സുധാകരനെ കാണുന്നത്. അവരുടെ ആവശ്യം ഇതായിരുന്നു: ഇന്ന് വാർത്താ സമ്മേളനം നടത്തരുത്, വാർത്താ സമ്മേളനം ഒഴിവാക്കണം, സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രഖ്യാപനവും നടത്തരുത് എന്നുള്ളതാണ്. ഇത് രണ്ടും പറ്റില്ല എന്ന് തീർത്ത് പറഞ്ഞു സുധാകരൻ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് 11 മണി കഴിയുമ്പോഴേക്ക് ജി സുധാകരൻ CPM-ഉമായുള്ള ബന്ധം ഉപേക്ഷിക്കുമെന്നുള്ളതാണ്. 63 വർഷമായുള്ള ബന്ധമാണ് ജി സുധാകരൻ. ചെറിയൊരു നേതാവല്ല. 10 വർഷം ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആലപ്പുഴയിൽ. 43 വർഷം സംസ്ഥാന സമിതി അംഗമായിരുന്ന ജി സുധാകരൻ പാർട്ടി വിടുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. സാങ്കേതികമായി നേരത്തെ തന്നെ അംഗത്വം പുതുക്കാൻ തയ്യാറല്ല എന്നറിയിച്ചതോടെ തന്നെ ഇപ്പോൾ അംഗമല്ല എന്നുള്ളതാണ്. ഏതായാലും കൃത്യമായൊരു തീരുമാനത്തിലേക്ക്, നയപരമായൊരു തീരുമാനത്തിലേക്ക് ജി സുധാകരൻ പോകുന്നു എന്നതാണ്. അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ ജി സുധാകരൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സാധ്യതയോ പരിഗണനയോ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് MV ഗോവിന്ദൻ മറുപടി നൽകിയതാണ് ജി സുധാകരനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ഏതായാലും ഇന്ന് അതിനൊരു തീരുമാനമുണ്ടാകുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പിന്തുണയ്ക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ മണ്ഡലത്തിൽ സജീവമായി പരിഗണിച്ചിരുന്ന കോൺഗ്രസ് നേതാവ് ശുക്കൂർ അടക്കമുള്ളവർ ഇനി അഥവാ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വരികയാണെങ്കിൽ മാറിക്കൊടുക്കാൻ തയ്യാറാണ് എന്ന നിലപാടുമായി രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും നിർണായകമായ തീരുമാനം ഇനി വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി. പാർട്ടി എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്നതാണ് പ്രധാനം. ജി സുധാകരൻ പോയാലും പാർട്ടി പ്രവർത്തകർ പോകാതിരിക്കാനുള്ള ജാഗ്രത വേണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം നൽകിയിരുന്നതുമാണ്. ഓക്കെ, എന്തായാലും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിനായി കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളത്. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.